നമ്മൾ കോമ്രേഡ് മീഡിയയിലേക്ക് ശ്രീ ചെറിയാൻ ബി കോശി അവരെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കേരളം എന്ന് പറയുമ്പം പച്ചപ്പിൻ്റെ നാടാണ്. പച്ചപ്പിൻ്റെ നാടായപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും നമ്മളൊരു ചെറിയ വീടാണെങ്കിലും കുറച്ച് ചെടികൾ വെക്കും. ചെടികളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും വളരെ ഒരു 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 അഭൗമമായ ഒരു സ്നേഹം ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അങ്ങ് BSc ബോട്ടണി കൊട്ടാരക്കര സെൻറ് ഗ്രൂവേഴ്സ് കോളേജിൽ കഴിഞ്ഞതിന് ശേഷം ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സയൻറ്റിസ്റ്റായിട്ട് നിരവധി വർഷം സേവനം അനുഷ്ഠിച്ചതിന് ശേഷം അങ്ങ് റിട്ടയർമെൻറ്റ് ആ ജീവിതം വീണ്ടും ചെടികളോടൊത്ത് ചേരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കാം ഞങ്ങൾ ഈ സമ്പൽ സമൃദ്ധമായ ചെടികളെ കാണാൻ ഇടയായത്. ഈ കാവുവിളയിൽ എന്നാണ് അങ്ങയുടെ നഴ്സറിയുടെ പേര്. ശ്രീ ചെറിയാൻ ബി കോശി അവരെ നമ്മുടെ കോമ്രേഡ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് ഇങ്ങനൊരു ആശയം തോന്നാൻ അങ്ങേക്ക് കാരണമുണ്ടായത്? ഞാൻ ബൊട്ടാണിക് ഗാർഡനിൽ ചേർന്ന് പ്രവർത്തിച്ചത് 33 വർഷം അവിടെ ഞാൻ ആക്ച്വലി സർവീസ് ചെയ്യും. അവിടെ സർവീസ് ചെയ്തപ്പം ചെടികളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും ഫലവൃക്ഷങ്ങളെക്കുറിച്ചും ഒക്കെ എനിക്ക് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. വളരെ റെയർ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റെയർ പ്ലാന്റ്സ് ഇവിടെയും പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കുറച്ച് റെയർ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. അതൊക്കെ ഫുൾ പ്ലാന്റ്സിന്റെ കുറെ കളക്ഷൻസ്. മാത്രമല്ല ഇതിപ്പം ഡൊമസ്റ്റിക് ആവശ്യത്തിന് വേണ്ടി, അതായത് വീടുകളിൽ ആളുകൾ അലങ്കാര ചെടികൾ കൂടുതലായി വളർത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ തെങ്ങ് കണ്ടു, അതുപോലെ തന്നെ പന കണ്ടു, മറ്റു പലയിടത്തും പല നഴ്സറിയിലും കാണാത്ത പല ചെടികളും ഞങ്ങളുടെ ശ്രദ്ധയിൽ. ഫലവൃക്ഷങ്ങൾക്കാണ് നമ്മളിവിടെ കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്. എന്നെ സംബന്ധിച്ച് മറ്റ് ചെടികളേക്കാൾ കുറച്ചുകൂടെ ഞാൻ പ്രാധാന്യം കൊടുത്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഫലവൃക്ഷ തൈകളുടെ നല്ലൊരു കളക്ഷൻസ് ഇവിടെ നമുക്ക് ഉണ്ട്. കാരണം നമ്മുടെ വീടിന് നമുക്ക് ആവശ്യമുള്ള ഫലവൃക്ഷങ്ങൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് വിഷരഹിതമായ അതിൻ്റെ ഫലങ്ങൾ നമുക്ക് പറിച്ച് കഴിക്കുവാനും അത് തിന്നുമ്പോൾ നമുക്ക് മനസ്സിന് വലിയ സന്തോഷം തരുന്നതായ കാര്യങ്ങളാണ്. എത്ര വർഷമായി ഇങ്ങനെ ഒരു ആശയം തുടങ്ങിയിട്ട്? എനിക്ക് പിന്നെ സർവീസിലുള്ള സമയത്ത് തന്നെ ഒരു ചെടികളുടെ നഴ്സറിയും മറ്റും തുടങ്ങണമെന്നൊരു ആശയം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ അന്നും പല നഴ്സറികളിലൊക്കെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ ആദ്യകാലത്ത് അവിടെ ഓർണമെന്റൽ സെക്ഷനിലായിരുന്നു എനിക്ക് ചുമതല. എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ പൂക്കളും ചെടികളും അലങ്കാര ചെടി. അപ്പോൾ അവിടെ ആയിരുന്നു എനിക്ക് ആദ്യം അതിൻ്റെ ചുമതല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നീട് വൈൽഡ് ഫ്രൂട്ട്സിലും ഒക്കെ ആയിട്ട് മാറി. ഞാൻ അവസാനം റിട്ടയർ ചെയ്യുന്ന വൈൽഡ് ഫ്രൂട്ട്സും ഫേൺസ് ജിംനോസ്പേംസ് എന്ന ഗ്രൂപ്പിലായിരുന്നു ഞാൻ അവസാനം. അങ്ങനെ പ്രധാനപ്പെട്ട ചെടികളെല്ലാം നമ്മൾക്കൊന്ന് കാണാം. ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ സീനിയറായ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു അങ്ങ്. വളരെ റെയറായിട്ടുള്ള പല ചെടികളും ഇവിടെ കാണാനിടയായി. ഇവയുടെ എല്ലാം ബൊട്ടാണിക്കൽ നെയിമും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റിയും എന്തൊക്കെയാണെന്ന് എല്ലാ ചെടികളുടെ അറിഞ്ഞില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചെടികളുടെ വിവരങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അത് പ്രേക്ഷകർക്കായിട്ട് അങ്ങൊന്ന് പങ്കുവെക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ചുമന്ന പൂവുള്ള ചെടികളൊക്കെ കാണാനിടയായി. ഇത് ഫിലോഡൻഡ്രോൺസ് എന്ന് പറയുന്നത്. ഇത് മുറിക്കാൻ അലങ്കരിക്കാൻ ഒക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതിന് സൂര്യപ്രകാശം കുറച്ച് മതി. ഇത് മുറിക്കകത്ത് ദിവസങ്ങളോളം ഇരിക്കും. കുറേശ്ശെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായ കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ഫിലോഡൻഡ്രോൺസ് കർഡിനൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഇത് വളരെ വില കൂടിയ ഒരു ചെടിയാണ്. കർഡിനൽ ബ്ലാക്ക് എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ ഇവിടെ ആവശ്യക്കാർ നിരവധി പലരും വരുന്നുണ്ട്. പക്ഷേ ഇതിന്റെ വില അത് കൂടുതലായതുകൊണ്ട് ആളുകൾ ഇങ്ങനെ മടിച്ചു നിൽക്കും. പക്ഷേ വലിയ ഹോട്ടലുകളും വലിയ സംരംഭങ്ങളിലൊക്കെ അലങ്കരിക്കാൻ ഇതിന്റെ വലിയ ചെടിയൊക്കെ ആകുമ്പോഴത്തേക്ക് 3000-4000 രൂപ കൊടുത്ത് ആളുകൾ വാങ്ങി ഇത് ചെയ്യാറുണ്ട്. ഇതൊരു പുതിയ ചെടിയാണ്, മെഡിന എന്ന് പറയും. മെഡിന ഇതിപ്പോൾ പുതുതായിട്ട് നമ്മുടെ നാട്ടിൽ വന്നുള്ള ചെടി, ബാംഗ്ലൂരിൽ നിന്നും മറ്റും കൊണ്ടുവന്നിട്ടുള്ള. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് ഇതിന്റെ ഈ പൂക്കൾ എപ്പോഴും മനോഹരമായ ഈ പൂക്കൾ ഇങ്ങനെ കൊലകുത്തി ഇങ്ങനെ കാണും. ഇതിനകത്ത് വലിയ സൂര്യപ്രകാശം ആവശ്യമില്ല. ഇത് ഇൻഡോർ പ്ലാന്റ് തന്നെ, ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അത് ഈ ഇൻഡോർ പ്ലാന്റ് നമ്മൾ റൂമിനകത്ത് വെക്കുന്നത് കൊണ്ട് ഈ ഓക്സിജൻ കൂടുതലായി വലിച്ചെടുക്കും, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരുന്നത് കൂടുതലായിട്ട് തരുന്നത് പ്ലാന്റ്സ് ആണല്ലോ. ആ ഓക്സിജൻ നമുക്ക് കിട്ടുന്നതിന് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ, പച്ചപ്പുള്ള പ്ലാന്റ്സുകൾ നമുക്ക് മുറികളിലൊക്കെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ നമുക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ഡിഫൻബക്കിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് നമ്മുടെ ഈ പൻഡാനസ് എന്ന് പറഞ്ഞ കൈതയുടെ വർഗ്ഗത്തിൽപ്പെട്ട മുള്ളില്ലാത്ത ഒരു ഓർണമെന്റൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ്. ഇത് വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. എല്ലാം ഒരേ നിലയിൽ തന്നെ നിൽക്കുന്നത്. അതുപോലെ ഈ മുകളിൽ ഇരിക്കുന്നത് സാമിയോ കാൽക്കസ് എന്ന് പറയുന്ന
ഒരു ചെടിയാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ വളരെ ഭംഗിയായ രീതിയിൽ വെക്കാൻ പറ്റുന്ന, അതും സാധാരണ ചെടികളെക്കാട്ടും അല്പം കൂടി വില കൂടിയതാണ്. നമ്മൾ നല്ല ഡെക്കറേറ്റീവ് പോട്ട്സ് നമ്മൾ അലങ്കരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസകരമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ചെടിയാണ്. ഓർണമെന്റ്. ഇതൊക്കെ നമ്മുടെ തൂക്ക് ചെടികളാണ്. ഇതിനകത്ത് ഫേൺസ് ഉണ്ട്, മറ്റു തരത്തിലുള്ള, പിന്നെ ഇത് ഐപ്പോമിയയിൽ പെട്ട ഒരു ചെടിയാണ്. ഇത് നമ്മുടെ ഒരു ഔഷധ ചെടിയാണിത്. ഔഷധ ചെടിയാണ്, മുറികുടി എന്ന് പറയും. ഹെമിഗ്രാഫിസ് കൊളറേറ്റ, മുറിവ് ഉണ്ടാകുമ്പോൾ ഇതിന്റെ ചാറ് പിടിഞ്ഞിട്ടാൽ ആ മുറിവ് കരിയുന്നതിന് അത് സഹായകരമാണ്. ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഇതിന്റെ ഫേൺസ് ആണ്. ഫേൺസ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പന്നൽ ചെടികൾ വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന. അപ്പൊ ഈ ചെടികളോടൊപ്പം തന്നെ പോട്ട്സും കൊടുക്കുന്നുണ്ട്. പോട്ട്സ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പോട്ട്സ് ആണ് കഴിവ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്, പ്ലാസ്റ്റിക്കിനേക്കാൾ ഉപരി. കാരണം നമ്മൾ പ്രകൃതിക്ക് അത് ഒരിക്കലും ഒരു ഭാരമാകുകയില്ല. എപ്പോഴും നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണ്. പ്രകൃതി സംരക്ഷണം നമുക്ക് ഇത് ഉടഞ്ഞു കഴിഞ്ഞാൽ മണ്ണായിട്ട് തീർച്ചയായിട്ടും ഒരു നല്ല ആശയമാണ്. ഞാൻ കൂടുതൽ അത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ചെടി കെട്ടുകളാണ് ഞാൻ കഴിവ് അങ്ങ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളായത് വളരെ നല്ലൊരു ആശയമാണ്. പിന്നെ ഞാൻ വളരെ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചെടിയാണ് ഈ ചെടി എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് പിന്നെ പന്നൽ ചെടികളാണ്. ഇതിന്റെ സ്പോർട്സ് ആണ്. ഇതിന്റെ ഇതുണ്ട്, ഒരു ഉത്പാദനം നടത്തുന്നത് തണൽ ആഗ്രഹിക്കുന്ന ചെടിയാണ്. നേരത്തെ പറഞ്ഞ ഫേൺസ് വർഗത്തിൽപ്പെട്ട ചെടികളാണ് ഇത് തന്നെ. ഷഫ്ലീറ എന്ന് പറഞ്ഞൊരു ചെടിയാണിത്. ഷഫ്ലീറ എന്താണ് ഇതിനുള്ള പ്രത്യേകത? ഇതിന്റെ ഇലയുടെ ഭംഗിയും ഞാൻ കണ്ടപ്പോൾ ഈ ഫൈക്കസിന്റെ ഒരു മോഡൽ തന്നെ ഇത് തോന്നി. ഇതുപോലെ വെറൈറ്റി ഫൈക്കസ് ചെടികൾ ഞാൻ കാണാൻ വെറൈറ്റി ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഇതുപോലെ ഒരു ഫൈക്കസിന്റെ ഒരു ചെടി ഇതുപോലെ ഉള്ളതുണ്ട്. അപ്പൊ അത് ആ വെറൈറ്റി ഇത് സെയിം തന്നെയാണോ? അല്ലല്ല, അത് ഫൈക്കസുമായി ഇതുമായിട്ട് ഒരു ബന്ധമില്ല. പുതിയ വെറൈറ്റിയാണിത്. ഇതാണ്ട് നല്ല ബ്ലഡ് റെഡ് കളറാണ് ഇതിന്. അത് വളരെ ഭംഗിയായിട്ട് വരുന്ന കളറാണിത്. ഇതിന്റെ പുതിയൊരു വെർഷനാണ്. ഇതിന്റെ പഴയത്, ഇത് പുതിയത്. അതിന്റെ പുതിയൊരു എണ്ണമാണ് ബ്ലഡ് റെഡ് കളർ ആയിട്ടുള്ളത്. എന്തെങ്കിലും പൂക്കളേക്കാൾ ഉപരി ഇതിന്റെ ഇലയ്ക്ക്, തളിരിലയ്ക്കാണ് ഇതിന്റെ ഭംഗി. ബ്രൗണിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ബ്രൗണിയ കോക്സിനിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. ഇതൊരു വിദേശിയാണ്, സൗത്ത് അമേരിക്കൻ പ്ലാന്റ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ തളിരിലകൾ ഇത് സ്വർണ്ണ നിറത്തിലേക്ക് കാണാം. ഇതിന്റെ പൂക്കൾ ബുഷ് ആയിട്ട് ഇങ്ങനെ പടർന്ന് നമുക്ക് ഒരു പിങ്ക് കളറുള്ള പൂക്കള്, പിങ്ക് അല്ല, ഒരു ഓറഞ്ച് പോലെ കളറുള്ള പൂക്കൾ കൊലകൊലയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണാം. ഒരു തണൽ തരുന്നതിനുള്ള ഒരു മരവുമാണ്. നമ്മൾ ഗാർഡനിലൊക്കെ വെച്ചാൽ ഇത് വളരെ മനോഹരമായ ഒരു ചെടിയാണിത്, ബ്രൗണിയ. ഇത് കൊടുവേലി മനസ്സിലായി. ഇന്ത്യ ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇത് വെള്ള പ്ലംബാഗോ സൈലാനിക്ക ആണെന്ന് തോന്നുന്നു. പ്ലംബാഗോ റോസിയ റെഡ് കളറുള്ള സൈലാനിക്ക എന്ന് പറയും പ്ലംബാഗോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടിയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നുണ്ട്. ആളുകൾ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഒരു പിങ്ക് കളർ. അതെ, അത് പക്ഷെ നല്ല രീതിയിൽ നട്ട് നേരെ നമ്മൾ നടത്തിയാൽ സ്ട്രെയിറ്റ് ആയിട്ട് നട്ട് ഒരാൾ ഉയരത്തിലാകുമ്പോൾ അതിന്റെ താഴോട്ട് വരുന്ന കൊമ്പ് ഇങ്ങനെ പൂവായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ടാകാറുണ്ട് ഇവിടെ. ഈ ഒരു മാവിന് എന്ത് വില വരെ ആണ്? ഈ ഒരു മാവിന് ഒരു 750 rupees to 1000 rupees വില വരും. ഈ വലിയ മാവിന്. ഇത് എത്ര വർഷം ഇതിന്റെ ഡ്യൂറബിലിറ്റി? ഇത് 40 വർഷം 50 വർഷം നിലനിൽക്കും, ഒരു കുഴപ്പമില്ല. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മരുന്നൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇത് അമ്പഴം എന്ന് പറഞ്ഞ സാധനം. അമ്പഴം കാപിടിച്ച് കിടക്കുകയാണ് അമ്പഴം. അപ്പോൾ വിവിധ തരം പ്ലാവിന്റെ മാവിന്റെ തൈകളാണ്. എത്ര വർഷം കൊണ്ട് കായ്ക്കും ഈ പ്ലാവൊക്കെ? ഇത് 3 വർഷം കഴിയുമ്പോൾ കായ്ക്കണം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമുക്ക് നടുകയാണെങ്കിൽ ഇത് 3 വർഷത്തിനകത്ത്. വരിക്കപ്ലാവ് തന്നെയാണ്? വരിക്കപ്ലാവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ കൊടുക്കാറില്ലല്ലോ. ഇതെല്ലാം വിയറ്റ്നാം സൂപ്പർ ഏർലി ഉണ്ട്, ഡൈൻ സൂര്യ ഉണ്ട്, സിന്ദൂര വരിക്കയുണ്ട്, ഗംലസ് പ്ലാവുണ്ട്. 4 വെറൈറ്റി ഇപ്പോൾ ഉണ്ട്. പിന്നെ സിംഗപ്പൂർ വരിക്ക, മുട്ടൻ വരിക്കയും തൈകൾ കുറച്ചുണ്ട്. ഇത് ഈസ് ട്രാവലേഴ്സ് പാം, റാവനേലിയ മെഡഗാസ്കാരിയൻസിസ്. ഈ ട്രാവലേഴ്സ് പാം ഇത് പറയാനുള്ളതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മരുഭൂമിയിലൂടെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളത്തിന് അവർക്ക് ഷോർട്ടേജ് ആണ്. അപ്പോൾ വെള്ളം അവരുടെ കയ്യിൽ കാണില്ല. അപ്പോൾ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ദാഹം തീർക്കാനുള്ള ദാഹശമനി പോലെ ഇതിൻ്റെ വെള്ളം അവർക്ക് കിട്ടും. ഈ തണ്ടിൽ വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ വെള്ളം കൂടുതൽ പിന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു നേച്ചറാണ് ഈ ചെടിക്ക് പ്രത്യേകിച്ചുള്ളത്. വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു. വളരെ അത്ഭുതമായിട്ട്. അതുകൊണ്ട് ട്രാവലേഴ്സ് പാം എന്ന് പറയുന്നത്, ട്രാവലേഴ്സ് പാം എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു പാമാണ് ഇതവിടെ. വെള്ളട്ട എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതിന്റെ ഒരു കൾട്ടിവേറ്റഡ് വെറൈറ്റി വേറെ പച്ച നിറത്തോടു കൂടി ഇലയുള്ള ഇതിന്റെ ഈ ഇലയോടുകൂടി ചെടികൾ ഇവിടെ ആൾറെഡി നമുക്ക് നേരത്തെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചെടിയാണിത്, ലോറാപെറ്റ. ഇത് കോസ്റ്റസ് ആണ്. കോസ്റ്റസ് സിഞ്ചിബറേസിയ കുടുംബത്തിൽപ്പെട്ട ചെടിയാണിത്, കോസ്റ്റസ്.
നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ചെടികളുടെ തന്നെ അതിൻ്റെ ഡാർക്ക് ടൈപ്പ്. ഇതൊക്കെ ദീർഘകാലം നിലനിൽക്കുന്ന ചെടികളാണ്. ഇതെല്ലാം ദീർഘകാലം നിലനിൽക്കുന്ന ചെടികളാണ്. ഇതിനൊക്കെ പ്രത്യേക വളമോ അങ്ങനെ മറ്റെന്താണ്? തീർച്ചയായിട്ടും നമുക്ക് കൂടുതലും ഞങ്ങൾ ഉപയോഗിക്കുന്ന ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ഈ 3 വളങ്ങളാണ് ഇതിനാണ് കൂടുതലായിട്ട്. സാധാരണ എന്ന് പറയുമ്പോൾ കൃത്രിമ വളങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ചാണകപ്പൊടി, വേപ്പിപ്പൊടി, പിണ്ണാക്ക്, ഇത് 3 കൂടെയാണ്. വേപ്പിണ്ണാക്ക് 3 ഇതെല്ലാം ഞങ്ങൾ പോട്ടി മിക്സ് ഉണ്ടാക്കുമ്പോൾ ഇത് 3 മിക്സ് ചെയ്താണ് പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം വെർട്ടിക്കൽ പോട്ട്സ് ഇത് നമ്മൾ ഉപയോഗിച്ച് ഇങ്ങനെ തൂക്കി ഇടുക എന്നുള്ളൊരു പുതിയ കൺസെപ്റ്റാണ്. ഒരുപാട് ഡിമാൻഡ്സ് ഇപ്പോൾ ഉണ്ട്. ഫ്ലാറ്റ് പോലുള്ളിടത്തൊക്കെ അതെ 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 ഇപ്പോൾ തന്നെ 1000-ഓളം പ്ലാന്റ്സ് കൊടുക്കാൻ ഞങ്ങൾക്ക് ഡിമാൻഡ്സ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് നട്ടു വെച്ച് ഇപ്പോൾ തന്നെ ഒരു 800 പ്ലാന്റ്സോളം ഞങ്ങൾ 2 ആഴ്ച കൊടുത്തു. ഇതിന്റെ വീണ്ടും ഞങ്ങൾക്ക് ഈ പോട്ട്സ് വാങ്ങി നടാനായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. മഴ മാറിയിട്ട് അടിനെയൊക്കെ ഒരു ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഇത്. നല്ല പൂക്കളും കാണും. നല്ല വെയിൽ വന്ന് വെള്ളം കുറച്ചൊഴിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇതിന് വെള്ളം ഒഴിക്കേണ്ട കാര്യമുള്ളൂ. അത് ആ സമയങ്ങളിൽ നല്ല പൂക്കൾ വരും. വെള്ളം കൂടിയാൽ അത് പൂവിനുള്ള ടെൻഡൻസി കുറയും. ഇത് മാൽപീജിയ എന്ന് പറഞ്ഞ ചെടിയാണ്. മാൽപീജിയ ഇറാന്തിമം വയലറ്റ് ഫ്ലവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ജെട്രോപ്പയാണ്. ജെട്രോപ്പ. ഇത് കേഷ്യയുടെ ഒരു ഇനമാണിത്. കാണാനിടയായി. അതെ, ഇതൊരു ഔഷധ ചെടിയാണ്. മല്ലിയാണ് അല്ലേ? മല്ലി, ആഫ്രിക്കൻ മല്ലി, എറഞ്ചിയം ഫൈറ്റിഡം, ആഫ്രിക്കൻ മല്ലി. ഞാനൊന്ന് മണപ്പിച്ചോട്ടെ. വളരെ നല്ല. അതെ, അത് ചമ്മന്തി അരയ്ക്കാനൊക്കെ, ഗ്യാസ് ട്രബിളിനൊക്കെ നമുക്ക് രസത്തിനകത്തൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇത് ചിറ്റമൃതാണ്. ചിനോസ്പോറ. ഇത് അൽപീനിയ, ചിറ്റരത്ത എന്ന് പറഞ്ഞ ചെടിയാണിത്. ഇതെല്ലാം ഈ പലയിടത്തായിട്ട് ഇവരിങ്ങനെ അറേഞ്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് വെക്കാനായിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കറ്റാർ വാഴ, അലോബിറ, പ്ലംബാഗോ ആണ്. കുടിവേലി വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണത്. ഇത് കൊടിവേലി പറഞ്ഞാണ് നിറച്ച് പൂക്കൾ ഉണ്ടാവും കൊടുക്കുന്നത്. നമ്മളിവിടെ നീല കൊടിവേലി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. പ്ലംബാഗോയിൽ തന്നെ പെടുന്ന ഒരെണ്ണം ചെടിയാണത്. ഇതേ പലതരത്തിലുള്ള തെറ്റികളുടെ വെറൈറ്റീസ് ആണ്. തെറ്റികൾക്ക് ആൾക്ക് പൊതുവെ ഒരു ഡിമാൻഡാണ്. കാരണം വളരെ കുറച്ച് കെയർ മതി അത് വളർത്താനായിട്ട്. മാത്രമല്ല അമ്പലത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന പുഷ്പം കൂടിയാണ്. അതെ, എപ്പോഴും ആൾവേസ് ഇൻ ഫ്ലവേഴ്സ്. അതാണ് അതിൻ്റെ വേറെ പ്രത്യേകത. മഴക്കാലം ആകുമ്പോൾ പോലും ഇതിൽ കുറച്ചെങ്കിലും ഫ്ലവർ കാണും. അത് ഉണക്ക് കാലത്ത് നിറയും പൂക്കളായിട്ട് കാണപ്പെടുന്ന 365 ഡേയ്സ് പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ്. ഫോണിലും ഒക്കെ നടാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് സൈക്കാസ് റെവലൂട്ട എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഗാർഡനിലൊക്കെ വളരെ സ്ലോ ആയിട്ട് ഇത് വളരുകയുള്ളൂ. വളരെ സ്ലോ ഗ്രോയിങ് ചെടിയാണ്. ഞാൻ വേറൊരു പ്രത്യേകത കണ്ട, മറ്റുള്ള ചെടികളുടെ പച്ചപ്പിനേക്കാൾ കൂടുതൽ പച്ച നിറം ഇതിൽ കാണാൻ ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ളതാണ്. ഇത് വലിയ ഇലയ്ക്കുമൊക്കെ വലിയ കട്ടിയാണ്, കുറച്ചുകൂടെ ഹാർഡാണ്. ഇതിന്റെ ജാമ്പയ്ക്കയാണ്. ഇത് കാ പിടിക്കും. ഇതിൽ പല ചെടികളിലും കായ ഉണ്ടായിരുന്നു. ഇവിടെ അത് വീണ്ടും തന്നെ അവിടെ ഇരിപ്പുണ്ട്, ആപ്പിൾ ജാമ്പ. ഇത് മിറക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ചെടിയാണ്. മിറക്കിൾ ഫ്രൂട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു മിറക്കിൾ പോലെ തോന്നും. നമുക്ക് വായിൽ നമ്മുടെ മധുരം, കയ്പുള്ള സാധനങ്ങൾ കഴിച്ചാൽ നല്ല മധുരം തോന്നുന്ന ചെടിയാണ് ഇത്, മിറക്കിൾ ഫ്രൂട്ട്. ഇത് കപ്പൽ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. കപ്പൽ പുതുചെടിയാണ്. കപ്പൽ. ഇത് പിസ്ത എന്ന് പറഞ്ഞിട്ടൊരു ചെടിയാണിത്. പക്ഷേ നമ്മുടെ നാടൻ പിസ്തയേക്കാൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ കായാണ്. പക്ഷേ വിദേശത്ത് വന്നിട്ടുള്ള ചെടിയാണ്. പിസ്ത എന്ന് പറഞ്ഞ് നമ്മളിവിടെ പലത്തും കൊടുക്കുന്നുണ്ട്. അത് കാ പിടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിസ്ത. ഇത് സാന്തോള് അഭിയു. പിന്നെ അത് മാംഗോസ്റ്റിനുണ്ട്, വെൽവെറ്റ് ആപ്പിൾ, പിന്നെ മൊസംബി, ഓറഞ്ച്, ചൈനീസ് ഓറഞ്ച്, ചെറുനാരകം തുടങ്ങി വിവിധയിനം ചെടികളുണ്ട്. കോമ്രേഡ് മീഡിയയുടെ ഡയറക്ടറായ ശ്രീ സാം കുരാക്കർ അവർ നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ, അതായത് കാവളയിൽ ഇത്രയും നഴ്സറി വാസ്തവത്തിൽ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വിവിധ തരം വെറൈറ്റി ചെടികളാണ് നമ്മളിവിടെ കാണാനിടയായത്. ഏതായാലും വളരെ കുറച്ച് സമയമെങ്കിലും നമ്മളുടെ കൂടെ ഇതിൻ്റെ ഓണർ കൂടിയായ ശ്രീ ചെറിയാൻ ബി കോശി അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവസാനം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ ഡയറക്ടർക്ക് ഒരു ചെടി കൊടുത്ത്, സാധാരണഗതിയിൽ നമ്മൾ കോമ്രേഡ് മീഡിയയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെടി കൊടുത്ത് ആശംസ അർപ്പിക്കണം എന്നുള്ള ഒരു പ്രയർ നമ്മളോട് പറയുകയും അതനുസരിച്ച് ആ കുരാക്കാർ അവർക്ക് ഈ ചെടി സ്വീകരിക്കുന്നതിന് വേണ്ടിയും ഇത് നൽകുന്നതിന് വേണ്ടിയും ഒരു ആശംസ കോമ്രേഡ് മീഡിയയ്ക്ക് നൽകുന്നതിന് വേണ്ടിയും ശ്രീ ചെറിയാൻ ബി കോശി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. കോമ്രേഡ് മീഡിയയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നുകയും അവരതിൻ്റെ വിലയേറിയ സമയം ചെലവാക്കി ഇവിടെ എത്തുകയും ഈ നഴ്സറി സന്ദർശിക്കുകയും ഞാനുമായിട്ട് ഒരു സംഭാഷണം നടക്കുകയും ചെയ്ത പ്രത്യേകിച്ച് ശ്രീ സാം കുരാക്കാർ അവർക്ക് എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു.
ഇതൊരു വലിയ സംരംഭമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു എളിയ സംഭാവന ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു.